ചേട്ടന് വലിയൊരു കൾച്ചറൽ ഷോക്ക് കരിയർ വൈസ് ഫീൽ ചെയ്തു? So without that, coming in Germany is of no value. So you have to have a goal. When we decide to plan to fly to Germany, at least ഒരു basic German level ഉണ്ടെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, or you had to go through everything alone? Before finishing my masters, I have to reach my level of language and do my documentation procedures. They directly get jobs in dental assistants. അത് നല്ലതാണ് ആക്ച്വലി എൻ്റെ സമയത്ത് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കൊറോണ സമയത്തായതുകൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. അക്കോമോഡേഷൻ ഈവൻ ലിവറേജ് ജർമ്മനി നമ്മൾ ചിന്തിക്കുമ്പോൾ ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി കാനഡ, UK, ഓസ്ട്രേലിയയിലൊക്കെ ഇപ്പോൾ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് സ്റ്റുഡൻസ്. Hope you're doing great and welcome back to another episode of Student Circle podcast powered by Studiflats. I'm joined with my beautiful host. Hi everyone, this is Sandra here from Studiflats. Okay, this is the place where we discuss about some real stories and inspiring stories happened in Berlin. And today I'm joined with our special guest, Dr. Cheryl, who will explain the entire journey from Berlin. Hi. I'm Dr. Cheryl. ഞാൻ ബേസിക്കലി നാട്ടിലെ എറണാകുളത്താണ് എൻ്റെ താമസം. ആൻഡ് ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ഏകദേശം ഒരു 5 years ആയി. സോ ഐ കെയിം അറൗണ്ട് November 2021. ഞാൻ എന്നിട്ട് സ്റ്റുഡൻസ് മാസ്റ്റേഴ്സ് കോഴ്സ് എടുത്താണ് വന്നത്. ആക്ച്വലി ഞാൻ ബാച്ചിലേഴ്സ് നാട്ടിൽ കഴിഞ്ഞതാണ്. ഐ എം എ ഡെന്റിസ്റ്റ്. സോ Masters in International Healthcare Management, and that is in BSBI. It's an 18 months course. അതെടുത്ത് ഞാൻ ഡയറക്റ്റ്ലി വന്നായിരുന്നു. ബട്ട് ഞാൻ ജർമ്മനി വരണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു നേരത്തെ. സോ ബേസിക്കലി ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജർമ്മൻ ഓപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് ദാറ്റ് യു ഗെറ്റ് യുവർ ലാംഗ്വേജ് ടേൺ അറ്റ്ലീസ്റ്റ് ബേസിക് ലെവൽ. സോ എല്ലാവരും ഇവിടെ കുറേ പേരെടുത്ത് ഞാൻ പറയുമ്പോൾ അവർ പറയാറുള്ളത് ഇംഗ്ലീഷ് ഇവിടെ ഇറ്റ്സ് ഓക്കെ വിത്ത് ഇറ്റ്, ബട്ട് അല്ല, പ്രൊഫഷണലി നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് ജർമ്മൻ വേണം. സോ അറ്റ്ലീസ്റ്റ് ഒരു A2 ലെവലെങ്കിലും എടുത്തിട്ട് വരുവാണെങ്കിൽ യു ക്യാൻ ഹാവ് എ ബേസിക് കോൺവെർസേഷൻ വിത്ത് പീപ്പിൾ സോ ദാറ്റ് യു ക്യാൻ അപ്ഗ്രേഡ് ഫ്രം ഹിയർ ലേറ്റർ ഓൺ. So I have this question just to understand. So you have done your dentistry back in India, അല്ലേ? അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തല്ലോ ചേട്ടൻ. അപ്പോൾ ചേട്ടന് വലിയൊരു കൾച്ചറൽ ഷോക്ക് കരിയർ വൈസ് ഫീൽ ചെയ്തോ? ആക്ച്വലി എനിക്ക് കൾച്ചറൽ ഷോക്ക് ആൻഡ് കരിയർ വൈസ് അത്ര എഫക്റ്റ് ആയിട്ടില്ല. ബിക്കോസ് ഐ വാസ് ബോൺ ഇൻ ഇന്ത്യ ബട്ട് വാസ് ബോൺ അപ്പ് ഇൻ അബ്രോഡ്. സോ എനിക്ക് അങ്ങനെ ഒരു കൾച്ചറൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരുന്നു അപ്പോഴെ തൊട്ടേ. ചൈൽഡ്ഹുഡ് തൊട്ട് എനിക്ക് ഐ ഹാഡ് ഫ്യൂ exposures to international people. But yeah, it was good that when you come to Germany, it's a good place. ഇവിടെ ഒരു ആൾക്കാരെന്ന് പറഞ്ഞാൽ even especially in Berlin, they're eco-friendly and culturally they are mingling with people. So you don't feel that loneliness when you come to Germany. So ചേട്ടാ, I have a basic question, like it's a doubt. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് വളരെ അവർ മിങ്കിൾ ചെയ്യും എന്നല്ലേ ചേട്ടൻ്റെ അടുത്തൊക്കെ. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ഇവിടെ വരപ്പോൾ ദർ ഇസ് ഇൻ സോഷ്യൽ മീഡിയ ഇറ്റ് സെൽഫ് ദർ ഇസ് എ ബബിൾ ഗോയിങ് ഓൺ ദാറ്റ് ജർമൻസ് അടുത്ത് അടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അവർ പെട്ടെന്നൊന്നും മിങ്കിൾ ചെയ്യത്തില്ല, യു നീഡ് ടു നോ വെൽ ജർമൻ ഇൻ ഓർഡർ ടു സർവൈവ്. അതിനെക്കുറിച്ച് ചേട്ടൻ എന്താ പറയുക? ഇത് ആക്ച്വലി ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ ഞാൻ അഭിപ്രായം കണ്ടിട്ടുണ്ട്. ആക്ച്വലി ദ തിങ് ഈസ് ദാറ്റ് people think that Germans don't accept international students or people who come from abroad who doesn't have a language with them, but it's not a big deal. Actually എല്ലായിടത്തും അങ്ങനെയില്ല. ചില പീപ്പിൾ അങ്ങനൊരു അഭിപ്രായങ്ങളും രീതികളും കാണിക്കുമെങ്കിലും it doesn't rationally go beyond the level. But ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടയിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴോ അവിടെ ബേസിക് ജർമ്മൻസ് അറിയുവാണെങ്കിൽ യു ക്യാൻ സ്പീക്ക് or you can learn or you can read something. So that is the thing, that when you learn a German, it's better. So without that, coming in Germany is of no value. So you have to have a goal. നമ്മളിപ്പോൾ ജർമ്മനി വരുവാണെങ്കിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് വി എൻ എക്സാമ്പിൾ ലൈക്ക് നമ്മളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി പോവുകയാണ്, ലൈക്ക് UK, ജർമ്മൻ, കാനഡ, എനിവെയർ. there is the basic language, global language is English. So നമ്മളിപ്പോൾ ജർമ്മനി വരുമ്പോൾ their language is German.
So when we decide to plan to fly to Germany, at least ഒരു ബേസിക് ജർമ്മൻ ലെവൽ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. അതാകുമ്പോൾ ഒരു കംഫർട്ടബിൾ സോണിൽ നമുക്ക് ഒരു ഫീൽ ആവും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇവിടെ വന്നിട്ട് അതിന് അപ്ഗ്രേഡ് ചെയ്യുകയോ അതിന് നെക്സ്റ്റ് ലെവലിലോട്ട് ലേൺ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. സോ ഇറ്റ് വിൽ ബി കോസ്റ്റ് എഫക്റ്റീവ് ഓൾസോ. നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചു വരുമ്പോൾ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഉണ്ട് ഇവിടെ പഠിക്കുന്നേക്കാളും. ഇവിടെ പഠിക്കുമ്പോൾ ഇറ്റ്സ് ടു കോസ്റ്റ്. നമ്മളിപ്പോൾ ഒരു ലെവൽ ഇവിടെ എടുക്കുന്നത് നാട്ടിൽ 2 ലെവൽ എടുക്കാം. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സോ പീപ്പിൾ അങ്ങനെ എക്കണോമിക്കലി ഫിനാൻഷ്യലി അവർ ഒരു കോമ്പൻസേറ്റ് ചെയ്യാനാണെങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ലേണിംഗ് ഫ്രോം ഇന്ത്യ. Yeah, But I don't think racially it's too discriminating here. But yeah, there are. But it's according to some people. I don't generalize it. And Cheta, we will start from the basic because it was lovely to know like German language important ആണെന്ന്. നമുക്ക് ഇൻഡിവിജ്വലി ചേട്ടനെ കുറിച്ച് അറിയാനാണെങ്കിൽ എക്സാക്ട്ലി ഏത് ഇയർ ആയിരുന്നു ചേട്ടൻ ഫസ്റ്റ് ആയിട്ട് ബെർലിൻ വന്നത്? എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ November 27, 2021. ഓഫ് കോഴ്സ് അതൊരു കൊറോണ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിലാണ് വന്നത്. ചേട്ടൻ മെൻഷൻ ചെയ്ത പോലെ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ബിക്കോസ് നമ്മൾ ആരും കൊറോണ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഓൾ യുവർ തിങ്സ് വെർ ഡൺ ആൻഡ് കറക്റ്റ്ലി ബെർലിൻ എക്സാക്ട് സമയം എത്തുമ്പോൾ ആൻഡ് കൊറോണ. ചേട്ടൻ ഫേസ് ചെയ്ത സ്ട്രഗിൾസ് അല്ലെങ്കിൽ ആ വന്ന സമയത്ത് മൂവിങ് ഇൻ ടു ന്യൂ കൺട്രി ഇസ് എ വെരി ബിഗ് ഡീൽ. അപ്പോൾ ചേട്ടൻ ഫേസ് ചെയ്ത സ്ട്രഗിൾസ് എന്തായിരുന്നത് മെൻ്റലി? സോ ഇപ്പം ഞാൻ കുറേ സ്റ്റുഡൻസ് എല്ലാവരും വരുന്ന കണ്ടിട്ടുണ്ട്. ഒരു ഓഫ് കോഴ്സ് ആഫ്റ്റർ ദ പാൻഡമിക്സ് ഹാസ് ബിൻ ഡൗൺ. അപ്പോൾ വരുമ്പോൾ സമയത്ത് നമുക്ക് നാട്ടിലത്തെ പോലെയാണ്. നമുക്ക് അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു സാധനങ്ങളും കടകളൊന്നും ഇല്ല. സോ എവറിത്തിങ് ഇസ് ഷട്ട് ഡൗൺ. സോ വെൻ ഐ കെയിം അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് ലൈക്ക് കംപ്ലീറ്റ് കോവിഡ് ലൈക്ക് ഷട്ട് ഡൗൺ തിങ്. വി ഹാവ് ടു സിറ്റ് ഇൻ ഹോം ഈവൻ ദോ ദ കോളേജ് നമുക്ക് പോകാൻ പറ്റത്തില്ല, ഓഫ്ലൈൻ ആയിരുന്നു, എവറിത്തിങ് ഇൻ ഓഫ്ലൈൻ. സോ അതുകൊണ്ട് ആ സമയത്ത് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു ഫൈൻഡ് എ ജോബ് ഈവൻ പാർട്ട് ടൈം ഓർ മെനി ബിക്കോസ് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, എവറിത്തിങ് ഈസ് ഓപ്പൺ. സോ അറ്റ് ദാറ്റ് ടൈം അതില്ലായിരുന്നു. സോ വി ഹാവ് എ പർട്ടിക്കുലർ റെസ്ട്രിക്ഷൻസ് ഓഫ് ജോബ്സ്. അന്ന് ആ സമയത്ത് കൂടുതലും നമുക്ക് ലീഫ്രോങ് ജോബ്സ് പറയും. നമുക്ക് ഈ നാട്ടിലെ പോലെ സൊമാറ്റോ പോലെയുള്ള ലീഫ്രോങ് ജോബ്സ് ഉണ്ട് ഇവിടെ. വോൾട്ട്, ലീഫറാൻഡോ, ഊബർ ഈറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വന്നതാണ്. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ വോൾട്ട്, ലീഫറാൻഡോ ഇവരൊക്കെ ആയിരുന്നു. നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്യുക, നമുക്കൊരു ഓർഡർ കിട്ടും, റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് എടുക്കുക, കൊടുക്കുക. സോ ബേസിക്കലി നമുക്ക് ആ സമയത്ത് ആ ജോബേ ഉണ്ടായിരുന്നുള്ളൂ, അവൈലബിൾ ആയിരുന്നുള്ളൂ. സോ നമ്മൾ മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് ബ്ലോക്ക് എമൗണ്ട് ഉണ്ട്, നമുക്ക് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാം. ബട്ട് ഇഫ് യു നീഡ് എക്സ്ട്രാ പോക്കറ്റ് മണി ഓർ എക്സ്ട്രാ ഫിനാൻഷ്യൽ സപ്പോർട്ട്, നമ്മളെല്ലാവരും സ്റ്റുഡൻസ് ചെയ്യുന്നൊരു ജോബാണ് പാർട്ട് ടൈം ജോബ്സ്. സോ പാർട്ട് ടൈം ജോബ്സ് നമുക്ക് അല്ല. സോ അപ്പോൾ ചേട്ടൻ ഈ ജോബ്സ് ചെയ്തിട്ടുണ്ട്? ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ഡെൻറ്റിസ്റ്റ് ആണ്, നമ്മൾ നാട്ടിൽ ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇഫ് യു നീഡ് എൻ എക്സ്ട്രാ മണി ഫോർ അവർ മീറ്റിംഗ്സ് ടു ബി ഡൺ, നമുക്ക് ഓഫ് കോഴ്സ് അത് പാർട്ട് ടൈം ജോബ്സ് ചെയ്യണം. സോ ഞാൻ വരുമ്പോൾ ലീഫ്രാൻഡോയിലായിരുന്നു ആദ്യം ജോലി ചെയ്തിരുന്നു, ഒരു 6 to 8 months. സോ ഇറ്റ്സ് ജസ്റ്റ് ബേസിക് ലൈക്ക് ഫുഡ് ഡെലിവറി. നമ്മളൊരു എടുത്ത് അത് പ്രൊഫഷൻസ് നമ്മളത് സൈഡ് വൈസ് നമ്മൾ മാസ്റ്റേഴ്സ് പഠിക്കുന്നു, ലാംഗ്വേജ് എടുക്കുന്നു. ദാറ്റ് ഷുഡ് ബി ഓൾസോ കോപ്പാരലി ഗോയിങ്. നമ്മൾ ജസ്റ്റ് പാർട്ട് ടൈം ചെയ്യുന്നു, മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്യുന്നു, മണി ക്യാഷ് റൈസ് ചെയ്യുന്നല്ലാതെ വി ഓൾസോ ഹാവ് ടു ലുക്ക് ഓൺ ടു ഇറ്റ്. But career-wise, when you started working these jobs, did you feel like a huge difference? Because you were a dentist when you came here, right? And you came for masters. Yeah. അപ്പോൾ ഇതുപോലത്തെ ജോലി ചെയ്തപ്പോൾ did you feel difficulty or did you feel a pressure like, oh, this is not related to my career? അങ്ങനെ ഒരു സ്ട്രഗിൾ ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. നമുക്ക് everybody has an education based bachelor educations in India and we were working like a good level. When we migrate to a country, it's different. Of course we have to struggle initially. So of course എനിക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഡോക്ടറാണ്, ഡിഫറെൻറ്റ് ജോബ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നു, ചിന്തിക്കുമ്പോൾ ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് സൈഡ് പാരലൽ ജോബ്, മെയിൻ ജോബ് ഫോർ അവർ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്. സോ അതൊരു കംപ്ലീറ്റ്ലി മെയിൻ ജോബ് എടുക്കാണ്ട് നമ്മൾ മാസ്റ്റേഴ്സ് പഠിക്കുന്നു, പാർട്ട് ടൈം ജോലി ചെയ്യുന്നു, അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെയുള്ള സ്മോൾ ജോലികൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് നമുക്ക് ലാംഗ്വേജ് പഠിക്കാനും ഫിനാൻഷ്യലി പേഴ്സണലി സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. So it's hardship, but it's not permanent. And I am lost again, sorry, because ചേട്ടന് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് you have ഒരുപാട് പറയാൻ.
ബട്ട് ലിസണേഴ്സിന് കുറേ ഡൗട്ട് ഉണ്ടാവും ബിക്കോസ് വെൻ യു കെയിം ഫോർ ഫസ്റ്റ് ടൈം ബെർലിൻ ചേട്ടന് ഇത്ര പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരുന്നു അഡ്മിഷൻ എടുത്തിട്ട് വരാനുള്ളൊരു ഡെസിഷൻ? യാ ഓഫ് കോഴ്സ് ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ്, ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ജർമ്മനിയിലോട്ട് മെഡിസിൻ പഠിച്ച ആൾക്കാർക്ക് അത് ഏത് ഹെൽത്ത് പ്രൊഫഷണൽസ് അതാർക്കാണെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി ബെർലിനിലോട്ട് അല്ലെങ്കിൽ ജർമ്മനിലോട്ട് വരണമെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നമുക്കൊരു ലാംഗ്വേജ് അല്ലാണ്ട് തന്നെ ഒരു എക്സാംസ് ഉണ്ട് ഇവിടെ. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രൊഫഷണൽ എൻട്രി ലെവൽ എക്സാംസ്. സോ അത് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ഇത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പൊസിഷനിൽ ഞാൻ ഡെൻറ്റിസ്റ്റിലായതുകൊണ്ട് ഐ കുഡിൻ ഡയറക്ട്ലി കം ടു ജർമ്മനി via my profession. I have to take a shortcut to enter Germany and then develop my career. സോ അങ്ങനെയാണ് ഞാൻ മാസ്റ്റേഴ്സ് പ്ലാൻ ചെയ്തതും അത് ഹെൽത്ത് കെയർ കോഴ്സ് പ്ലാൻ ചെയ്തതും അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്ത് ഞാൻ എൻട്രി ആയതും. സോ ആ വഴിയായിരുന്നു ആ ഒരു പാത്ത് ജേർണി വന്നത്. ഓക്കെ. ആൻഡ് അത് കഴിഞ്ഞിട്ട് യു സ്റ്റാർട്ടഡ് ഡൂയിങ് പാർട്ട് ടൈം ജോബ്സ്. സോ ആ സമയത്ത് ഐ ഗെസ് 5 to 6 years ബിഫോർ ആ സമയത്ത് ഫൈൻഡിങ് എ പാർട്ട് ടൈം ജോബ് വാസ് ഈസി ബിക്കോസ് ഇപ്പോൾ അല്ല ഇഫ് യു കമ്പയർ, ഓർ അപ്പോഴും സെയിം ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നു? പാർട്ട് ടൈം ജോബ്സിന് അങ്ങനെ ലാംഗ്വേജ് ബാരിയേഴ്സ് ഇല്ല. ആക്ച്വലി പാർട്ട് ടൈം ജോബ്സിന് നമുക്ക് നല്ലൊരു ഏണിംഗ് വേണമെങ്കിൽ യു നീഡ് എ ലാംഗ്വേജ്. യു ക്യാൻ work in warehouses or in small restaurants as a waiters or maybe in KFC or McDonald's like that. They doesn't prefer too languageable. അവിടെ ഒരു ബേസിക്സ് അറിഞ്ഞാൽ മതി. ബട്ട് ഇഫ് യു നീഡ് എ ഗുഡ് പാർട്ട് ടൈം ജോബ് ലൈക്ക് നമുക്കൊരു റിസർച്ച് അസിസ്റ്റൻ്റ് ആകാം, നമുക്കൊരു യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു എന്താ ഒരു മിനി ജോബ് പോലെ കിട്ടാം, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കീറ്റൽ ഈവൻ നമുക്ക് കിൻഡർ ഗാർഡൻസ് പോലെ സ്ഥലങ്ങളിൽ യു ക്യാൻ ഗെറ്റ് എ ജോബ് ബട്ട് ദർ യു നീഡ് എ ജർമൻ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഇഫ് യു നീഡ് എ ഗുഡ് പാർട്ട് ടൈം ജോബ് വിത്ത് എ ഗുഡ് ഏർണിംഗ്, ഒരു ലെവൽ ഓഫ് ജർമൻ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് എടുക്കും. പിന്നെ ക്ലറിക്കൽ ജോബ്സ് ഉണ്ട് ഇവിടെ, അതല്ലാണ്ട് ബേസിക്കലി ഡോക്യുമെൻറ്റേഷൻ ജോബ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ജർമൻ വായിക്കാനും അറിയാനും സംസാരിക്കാനും അറിയെങ്കിൽ അത് ബേസിക് ലെവൽസ് മതി സ്റ്റാർട്ടിങ്ങിൽ. സോ ഇറ്റ്സ് ഗുഡ്. സോ അതിനാണ് ഞാൻ പറയുന്നത് ജർമൻ ഒരു ബേസിക് ലെവലിൽ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ജോലി കിട്ടാൻ ഇച്ചിരി എളുപ്പമാണ്. കാരണം ഓഫ് കോഴ്സ് ജർമൻ ഇല്ലാതെ കുറേ പേര് മൈഗ്രേറ്റ് ചെയ്യുന്നു, അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അതാണ്. യെസ്. ആൻഡ് ഗൈസ്, ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലാംഗ്വേജ് ഇസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ് സാൻഡി? Yeah, it is very important. So before you come here, I would suggest learn from there, be prepared, and then come if you have time. Yeah. So I have another doubt. So ചേട്ടനിപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഈ ജോലിയൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇപ്പോൾ അശ്വതി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇല്ലേ, ഇത് ഈസി ആയിരുന്നു എന്ന്, അതുപോലെ അതിന് സിമിലർ തന്നെയാണ് ഈ റെഫറൽ സിസ്റ്റം. ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് വെരി കോമൺ എമംഗ് സ്റ്റുഡൻസ്. സോ ദർ ഇസ് അനദർ ക്ലൗഡ് ഗോയിങ് ഓൺ ദാറ്റ് റെഫറൽ ഇല്ലെങ്കിൽ യു മൈറ്റ് നോട്ട് ഗെറ്റ് എ ജോബ്. അപ്പോൾ ചേട്ടന് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ലൈക്ക് നമുക്ക് ഡയറക്റ്റ്ലിയും അപ്ലൈ ചെയ്യാമല്ലോ? ഓഫ് കോഴ്സ് നമുക്ക് എനി പൊസിഷൻസ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. അതിനിപ്പോൾ ഒരാളുടെ റെഫറൻസ് വേണമെന്നില്ല. പിന്നെ റെഫറൻസ് കുറേ പേര് പറയുന്നത് ഇറ്റ്സ് എ ഒരു പോയിന്റ് വരെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് ഉള്ളൂ. ബട്ട് വെൻ യു ഇൻഡിവിജ്വലി ലുക്ക് അറ്റ് യുവർ സെൽഫ്, നമ്മൾ ജോലിക്കോ ഒരു ജോബിന് എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ റെഫറൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇൻ ദാറ്റ് കേസ് ഇറ്റ്സ് നമ്മളൊരു ജോലിക്ക് 10 ഇടത്തിൽ അപ്ലൈ ചെയ്യുന്നു. സോ ഇറ്റ്സ് ലൈക്ക് യു ടേൺ അപ്പ് ഇൻ 2 or 3 and that you may end up in 1. So that is the chance. But referral, I don't think it's too positively affectable. So ചേട്ടൻ ഇതൊക്കെ അപ്ലൈ ചെയ്ത ആ സമയം, ലൈക്ക് ഐ നോ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് ടൈം ആൻഡ് ദിസ് ടൈം. പക്ഷേ ആ സമയത്ത് ചേട്ടൻ ഹോപ്പ് പോയതുപോലെയോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ട്? ഇപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നപ്പോൾ എൻ്റെ ബാച്ചിൽ ഓഫ് കോഴ്സ് 3 to 4 ഡെൻറ്റിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ഇതേ മാസ്റ്റേഴ്സ് കോഴ്സിൽ തന്നെ. In that almost 2 people has been flight back to India because it's hard to find a job to maintain or sustain here. ഒരാൾ it's getting upcoming her profession. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരേ പ്രൊഫഷനിൽ ഞങ്ങൾ ഒരേ കോഴ്സിൽ ഞങ്ങൾക്ക് അറിയായിരുന്നു. ഞങ്ങൾ 3-4 പേരും ഒരേ പ്രൊഫഷനും ഒരേ കോഴ്സിൽ വന്നിട്ടും there are 2 people who couldn't succeed or they have to step back. സോ ഇതാണ് പറയുന്നത്, നമുക്കൊരു ഐഡിയ വേണം. ഒരു ഐഡിയ ഒരു മാനേജ്മെന്റ് ഇല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് യു വേസ്റ്റിംഗ് യുവർ ടൈം. Like a goal and a plan to reach your goal. Exactly. That too when you come to Germany. And that's something we need to write it down. Yes. And Cheta, so Chetam, one samayathu you were alone or you had any kind of friends in here?
Yeah, that's a good question. ബിക്കോസ് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു ഓർ യു ഹാഡ് ടു ഗോ ത്രൂ എവറിത്തിങ് അലോൺ? ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് നാട്ടിൽ അഡ്മിഷനൊക്കെ എടുത്തിട്ട് സോ ഓൾറെഡി കോഴ്സ് ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 months കഴിഞ്ഞാണ് വന്നത്. സോ ഐ ഹാഡ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ അപ്പാർട്ട്മെൻറ്റ് സെർച്ച് പോലെ നോക്കിയിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. സോ അതിലുവഴി നമുക്ക് അറിഞ്ഞുകൂടാ അപ്പാർട്ട്മെൻറ്റ് ജെന്യൂൻ ആണോ അല്ലയോ എന്ന്. ബട്ട് ഞാൻ അങ്ങനെ ആദ്യം ജർമ്മനി വന്നപ്പോൾ he received me in my apartment and they were like North Indian peoples. We stayed in a shared apartment. Of course, shared apartment is also good because നമ്മളിപ്പോൾ വരുമ്പോൾ തന്നെ സിംഗിൾ അപ്പാർട്ട്മെൻ്റ് ഒക്കെ കിട്ടണമെന്നില്ല. ഷെയറിലോട്ട് ആദ്യം നിന്നിട്ട് നമ്മൾ പ്ലേസും നമ്മൾക്ക് ഒരു ജോബൊക്കെ കിട്ടുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകുമ്പോൾ ഇറ്റ്സ് ബെറ്റർ. ആൻഡ് അങ്ങനെ വന്നപ്പോഴായിരുന്നു പിന്നെ ജോലി പാർട്ട് ടൈം. ആ സമയത്ത് കൊറോണ ആയിരുന്നല്ലോ. സോ ഇറ്റ്സ് ബേസിക്കലി ഇൻട്രാക്ഷൻ വിത്ത് മോർ പീപ്പിൾ ഇസ് ഡിഫിക്കൽട്ട്. സോ ബട്ട് ഇന്ത്യൻസ് ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറേ ഇന്ത്യൻസ് പരിചയപ്പെടാം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫ്രണ്ട്സ് പരിചയപ്പെടാം, പിന്നെ കോളേജിൽ പരിചയപ്പെടാം. എൻ്റെ സമയത്ത് കോളേജിലില്ല, കാരണം ബിക്കോസ് മൈ എവറി എൻറ്റയർ കോഴ്സ് വാസ് ഓഫ്ലൈൻ. സോ that's something which you talked about. So ചേട്ടൻ വരണ മുന്നേ അറിയാമായിരുന്നു ഓൺലൈൻ ആണോ ഹൈബ്രിഡ് ആണോ ഓഫ്ലൈൻ ആണോ? ബിക്കോസ് ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് the college was off. The entire course was for me offline. സോ ഞങ്ങൾ ഇങ്ങനെ മീറ്റപ്പ് പോലെ ആപ്പിലാണ് ഞങ്ങളുടെ ഇതുണ്ടാവുന്നത്. അതിനുശേഷം ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങൾ ബാച്ച്മേറ്റ്സ് തന്നെ കൊറോണയുടെ ഒരു എൻഡ് സ്റ്റേജ് ഒക്കെ ആയപ്പോൾ പുറത്തു പോയി ഞങ്ങൾ ഒരുമിച്ച് ടുഗെദറായി സംസാരിക്കുകയും മീറ്റപ്പ് ചെയ്യുന്നൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെയാണ് പരിചയപ്പെട്ടത് കൂടുതലും. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് ലൈഫിൽ വാണ്ടഡ് ആൻഡ് അൺവാണ്ടഡ് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. സോ ദേ ആർ വി ഹാവ് ടു ജസ്റ്റ് അഗ്രിഗേറ്റ് അവർ സെൽഫ്. That's it. But yeah, friends ആണ് നമുക്ക് ഒരു സ്റ്റേജ് വരെ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നത്. And when they are supportive and we stay each other, it's good for everything. So it is good to make connections, good friends here, not to just be alone, because I have seen so many students അത്ര ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാക്കാതെ അവർ പഠിക്കും പിന്നെ വീട്ടിൽ പോകും, അങ്ങനെ ഒരു രീതി. അപ്പോൾ അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ ചേട്ടൻ ഡെഫിനറ്റ്ലി ഒരു ഹെൽത്തി മൈൻഡിനും ഹെൽത്തി എൻവയൺമെൻറ്റിനും യു ഷുഡ് ഹാവ് കോൺടാക്ട്സ് വിത്ത് പീപ്പിൾ. ആൻഡ് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഇറ്റ്സ് റിലേറ്റഡ് ടു പ്രൊഫഷൻ. യു ക്യാൻ ബി എനിത്തിങ്. സ്റ്റുഡൻ്റ് ആകാം, വർക്ക് കൊളീഗ് ആകാം, എന്തും ആകാം. സോ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ബട്ട് ഇൻ ദിസ് എൻറ്റയർ ജേർണി ദാറ്റ് യു ഹാഡ്, ഇതിൽ ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ടും ഡിഡ് യു ഫീൽ ലൈക്ക് യുനോ യു ആർ അവേ ഫ്രം ദ ഫാമിലി? ഒബ്വിയസ്ലി എല്ലാവരും ഫീൽ ചെയ്യും, പക്ഷെ അങ്ങനെ ഒരു സ്റ്റേജ് വന്നിട്ടുണ്ടോ ഏട്ടന്? ഹോം സിക്നെസ് എന്നൊരു സാധനം റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നു. സോ ഷീ വാസ് ലൈക്ക് when she reached Germany, she had this great homesickness and she couldn't manage very well and she had to return back to India. So that is very sad. ഒരുപാട് കേസസ് ഉണ്ട് അങ്ങനെ. ഞങ്ങളുടെയും ക്ലാസ്സിൽ ഒരുപാട് ജസ്റ്റ് കം ആൻഡ് ഹാഫ് വേ നിർത്തിയിട്ട് അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. Because it's not just the course, it's financially everything, we getting lost. So that is a very burden for everyone. So but mingling with friends and having a good connection is good, always healthy. നമ്മളത് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരു അഡ്വൈസിനോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പിനോ വരുമ്പോൾ ഫ്രണ്ട്സ് anywhere in So you would suggest that if you keep believing and keep trying, you should stay back in, rather than running back home. Exactly. ഒരു നമുക്കൊരു ടൈം കൊടുക്കുക. Everybody needs settling time. So if we just back up before that, there is no use in it. നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാനും കോളേജിൽ പോവുകയും പുറത്തിറങ്ങുകയും മിണ്ടിലുകയും ചിന്തിക്കുന്ന കുറേ പേര് ഇവിടെ ഭാഷ അറിയില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വി ഹാവ് ടു ഫൈൻഡ് എ വേ. ഹൗ ലോങ് വിൽ ജസ്റ്റ് റൺ ഓഫ് ഫ്രം ദിസ് സിറ്റുവേഷൻസ്? വി ഹാവ് ടു ബാക്ക് അവർ സെൽഫ്. അതാണ്. ഓക്കെ. ആൻഡ് ചേട്ടാ, കമ്മിങ് ബാക്ക് ടു യുവർ പാർട്ട് ടൈം ജോബ്സ്. അപ്പോൾ ചേട്ടൻ എനിക്കൊന്ന് ത്രൂ ഔട്ട് BSBIയിൽ സ്റ്റുഡൻ്റ് ആയിരിക്കുന്നവരെ യു ഡിഡ് പാർട്ട് ടൈം ജോബ്സ്, യു ഹാഡ് ഫൺ, യു ഹാഡ് ഫ്രണ്ട്സ്. വൺസ് യു വെർ പാസ്ഡ് ഔട്ട്, BSBIയുടെ പഠിത്തം കഴിഞ്ഞ പിന്നെ what did you do? എന്തായിരുന്നു ദ നെക്സ്റ്റ് പ്ലാൻ? ഓക്കെ. ഇപ്പോൾ കുറേ പേര് ഇവിടെ മാസ്റ്റേഴ്സ് എടുത്ത് വരുമ്പോൾ, ഐ മീൻ മാസ്റ്റേഴ്സോ മാസ്റ്റേഴ്സോ വാട്ട് എവർ ഇറ്റ് ഇസ്, വരുമ്പോൾ പാർട്ട് ടൈം ജോബ് അവർ സെർച്ച് ചെയ്ത് പാർട്ട് ടൈം ജോബ് കിട്ടിയെന്ന് വിചാരിച്ചു. സോ ബേസിക്കലി ദേ ആർ സ്റ്റാഗ്നേറ്റഡ് ഇൻ ദറ്റ് പൊസിഷൻ. അവർ ആ ജോലി ചെയ്ത് കാശ് വരുന്നുണ്ട്, ഐ എം ഏർണിംഗ് വെരി വെൽ, ഐ എം സെൻഡിങ് മണി ടു ഹോം, ഐ എം ലിവിങ് ഇൻ എ ഗുഡ് അപ്പാർട്ട്മെൻറ്റ്, okay, I'm settled. No, that is not the way. Okay. That will give you only to a limit. നമ്മൾ അത് ഒരു സൈഡ് ജോബായിട്ട് എടുത്ത് അത് പ്രോഫിറ്റബിളായി നമ്മൾ
മുന്നോട്ടുള്ള ഫ്യൂച്ചർ കാര്യങ്ങൾ ചിന്തിക്കണം. അതായത് ലാംഗ്വേജ് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ജോലി. ഇപ്പം ഞാനിപ്പോൾ ഡെൻറ്റിസ്റ്റാണ്, അപ്പോൾ എനിക്ക് ഡെൻറ്റൽ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണം. അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയറാണ്, ഞാനൊരു ബിടെക്കാണ്, ബികോം ആണ്, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ വാട്ട് ഈസ് ദ വേ ടു അപ്ഗ്രേഡ് അവർ സെൽഫ് ഇൻ ജർമ്മനി? സോ അതിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാവും. ഓഫ് കോഴ്സ് അത് നമ്മൾ കോപ്പപ്പ് ചെയ്ത് അതിനെ നമ്മൾ റീഡ് ഔട്ട് ചെയ്ത് അതിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുന്നത്. ഒരേ സ്റ്റാഗ്നൻ്റ് വാട്ടറിൽ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. വി ഹാവ് ടു അപ്ഗ്രേഡ് അവർ സെൽഫ്. സോ ആ രീതിയിലാണ് ഞാൻ പാർട്ട് ടൈം ജോബ് ആ സമയത്ത് ചെയ്തപ്പോഴും മാസ്റ്റേഴ്സ് കഴിയുന്ന സമയത്ത് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു എനിക്ക്. സോ മാസ്റ്റേഴ്സ് കഴിയുമ്പോൾ ഐ ഹാവ് ടു ഫൈൻഡ് എ ജോബ് ഫോർ ഫുൾ ടൈം. എല്ലാവരും ഇവിടെയാണ്. മാസ്റ്റേഴ്സ് കഴിയുമ്പോൾ നമുക്ക് ഒരു 18 months ഫുൾ ടൈം ജോബ് കിട്ടും. അപ്പോൾ സോറി ടു ഇൻട്രപ്റ്റ്, പക്ഷേ എനിക്ക് ആ പ്ലാൻ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം ചേട്ടൻ എന്തായിരുന്നു എക്സാക്ട്ലി പ്ലാൻ ചെയ്തത്? ഞാൻ ജർമ്മനി വരുന്ന ഒരു പ്ലാനിങ് ഇട്ടപ്പോഴേ ഓഫ് കോഴ്സ് ഐ എം എ ഡെൻറ്റിസ്റ്റ്, ഐ നീഡ് ടു വർക്ക് ആസ് എ ഡെൻറ്റിസ്റ്റ്. So to be a dentist, you need some basic requirements of language and a professional level of to work here. So അത് രണ്ടും കൂടെ മീറ്റപ്പ് ചെയ്യണമെങ്കിൽ I have to put a plan. So just a master's international healthcare management that I was done in English base, English medium. So അത് of course അത് ഇവിടെ വാലിഡ് അല്ല. നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ ജർമ്മൻ തന്നെ വേണം. സോ എൻ്റെ രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ I put on a plan that before finishing my masters, I have to reach my level of language and do my documentation procedures. So ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കത്തില്ല. It's everything step by step. And it takes time. Exactly. It takes time and it needs to be done in a particular way so that you plan your, start your journey, continue in a way that it doesn't have a stop. Yes. Exactly. അപ്പോൾ your first motive was to start learning German. Exactly. കാരണം അതാണ് ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഇവിടെ വരുന്നെങ്കിലാണ് ചേട്ടൻ പറയുന്നത് അല്ലേ, സർവൈവ് ചെയ്യണമെങ്കിൽ. ഇവിടെ നമുക്ക് നമ്മളെല്ലാവരും ഇവിടെ എത്ര കൊല്ലമായല്ലോ. സോ നമുക്കറിയാം ഇവിടെ ഭാഷ വേണം. ലാംഗ്വേജ് ഭാഷ ഇല്ലാണ്ട് ഇറ്റ്സ് ഹാർഡ് ടു ഗെറ്റ് എ ജോബ്. പീപ്പിൾ ഡു ഗെറ്റ് ജോബ് വിത്തൗട്ട് ലാംഗ്വേജസ്, ബട്ട് ദാറ്റ് ഇസ് millions in hundreds. റെയർലി. അതിലൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇഫ് യു ഹാവ് ലാംഗ്വേജ് യു ഹാവ് എ ഗ്രിപ്പ്. സോ ഈ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ലാംഗ്വേജ് പഠിച്ചിട്ട് എന്താ കുറേ പേർക്ക് ജോലി കിട്ടാത്തതെന്ന് ചോദിക്കും. സോ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ലാംഗ്വേജ് ഇസ് നോട്ട് 100% ഷുവർ, ബട്ട് ഇറ്റ്സ് എ ഗ്രിപ്പ് ദറ്റ് യു ഹാവ് സംതിങ് ടു അപ്ലൈ. ആൻഡ് ചില എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ഇന്നലെ മീറ്റ് ചെയ്തൊരു ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ ഈസ് എൻ എഞ്ചിനീയർ ആൻഡ് ഹി ഹാസ് ഗോൺ ത്രൂ മെനി ഇൻ്റർവ്യൂസ്. സോ ഹി റീച്ച് ദ ഫൈനൽ ഇൻ്റർവ്യൂ and where they ask for the language and the requirements to meet that, and there he fails. So that is a problem. You have your technical abilities and your working qualities, but you don't have a language, it's hard to get. ആൻഡ് ചേട്ടാ ഒരു ടിപ്പ് പറയാനാണെങ്കിൽ ഈസിയസ്റ്റ് വേ ഓഫ് ലേണിംഗ് എ ലാംഗ്വേജ് എന്താ? കമ്മ്യൂണിക്കേഷൻ ആണോ അതോ യു ഹാവ് ടു ഡു യുവർ വൊക്കാബുലറി? എക്സാക്ട്ലി. സോ ഞാനിപ്പോൾ കുറേ പേരെടുത്ത് പറയാറുള്ളത്, ജർമ്മൻ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോടും അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന പിള്ളേരോട് അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ലാംഗ്വേജ് ഇസ് ഹാർഡ്, ബട്ട് ഇഫ് യു ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്, ഇഫ് യു ആർ ഏബിൾ ടു സ്പീക്ക്, ഇഫ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ സ്പീക്ക്, ഇറ്റ്സ് ബെറ്റർ. സോ ആ ലെവലിൽ പഠിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നമ്മൾ സംസാരിക്കാനും തിരിച്ച് നമ്മളോട് ഉത്തരം പറയുമ്പോൾ അത് മനസ്സിലാവാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. സോ വെൻ യു ലേൺ ഫ്രോം ദ ബേസിക്സ്, ആ ബേസിക്സ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫ്ലോയിലാവും. അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് വരുന്നവരോട് നമ്മൾ പറയുന്നത് അവിടുന്ന് പഠിച്ചു വരാമെന്ന് പറയുന്നത്. സോ ബേസിക്സ് അവിടുന്ന് പഠിച്ചു വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളിവിടെ വരുമ്പോൾ വി ആർ നോട്ട് ലൈക്ക് ബേസിക് ജർമ്മൻ സ്പീക്കേഴ്സ് അല്ല. അപ്പോൾ അതിവിടെ വന്ന് സ്പീക്ക് ഔട്ട് ആവും. അപ്പോൾ നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചാൽ മോശമാകുമോ, തെറ്റുമോ? സോ ആൾക്കാർ അവിടെ സംസാരിക്കത്തില്ല. ദേ ഡോണ്ട് ട്രൈ. സോ ദേ ഷുഡ് ട്രൈ. മിസ്റ്റേക്സ് ആവാം. ഈവൻ ദ ഓപ്പോസിറ്റ് പേഴ്സൺ മേ ലാഫ് ഓർ ദേ മേ കൊമേഡിയൻ, ബട്ട് ഇറ്റ്സ് ഡിഫറെൻറ്റ്. ബട്ട് ഇഫ് യു ഹാവ് ടു സ്പീക്ക് ഔട്ട്. സോ ആ സ്പീക്ക് ഔട്ട് കോൺഫിഡൻസ് വേണമെങ്കിൽ നമുക്ക് ബേസിക്കലി ലാംഗ്വേജ് പഠിക്കുന്നതാണ് നല്ലത്. So basically you have to keep trying. Exactly. Maybe you might fail at first or second, but at some point of time അവർക്ക് കിട്ടും ആ ഒരു ലാംഗ്വേജിൻ്റെ. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോഴും 5 കൊല്ലമായി. സോ ഞാൻ ഭാഷ പഠിച്ചിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു B2 കഴിഞ്ഞ് ഇപ്പോൾ C1 ആവറായി. സോ ഈവൻ ദോ ഇപ്പോൾ ഞാൻ ചില നേറ്റീവ് ജർമ്മൻസിനോട് സംസാരിക്കുമ്പോൾ ഐ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ സ്പീക്ക് സംടൈംസ്. ഇറ്റ്സ് ഹാർഡ്. നമ്മളാരും കംപ്ലീറ്റ് അല്ല.
ഇപ്പോൾ ഞാൻ ഭാഷ പഠിച്ചു, ചേട്ടൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഈവൻ സം പേഷ്യൻസ് എന്തെങ്കിലും പറയുമ്പോൾ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഇറ്റ്സ് ദാറ്റ്. So I haven't personally learned a lot about German, to be very frank. ഇപ്പോൾ ചേട്ടൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം. പക്ഷേ നമുക്ക് ജർമ്മൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഇത് പഠിക്കുന്നുണ്ട്. സോ ഷീ ടോൾഡ് മീ ദാറ്റ് വൺസ് യു സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ജർമ്മൻ ആൻഡ് വൺസ് യു സ്റ്റാർട്ട് ലേണിംഗ് ജർമ്മൻ, ഇംഗ്ലീഷ് കുറച്ച് വിട്ടു പോകുമെന്ന്. അത് സത്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദ മോർ യു നോ ഇംഗ്ലീഷ് ദ ഹാർഡർ യു നീഡ് ടു ലേൺ ജർമ്മൻ എന്ന് പറയും. നല്ലോണം ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇച്ചിരി പാടാണ് ജർമ്മൻ പഠിക്കാൻ. എന്നാൽ ഇംഗ്ലീഷ് വളരെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ജർമ്മൻ പെട്ടെന്ന് പഠിക്കുന്നു പറയാം. ബിക്കോസ് ഇറ്റ്സ് ഇംഗ്ലീഷും ജർമ്മനും തമ്മിൽ ഒരു കൊലാബറേഷൻ ഉണ്ട്. സോ ഈവൻ മീ, ഇപ്പോൾ ഞാനാണെങ്കിലും നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ബേസിക്കലി എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ മലയാളത്തിൽ സംസാരിക്കുമ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കും ഇടയ്ക്ക് ജർമ്മൻ വരും. സോ ഇറ്റ്സ് എ പ്രോബ്ലം, ബട്ട് ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. അതൊരു നമ്മളിപ്പോൾ ജർമ്മനിലോട്ട് കൂടുതൽ ഡിവോട്ടഡ് ആകുമ്പോൾ, ബിക്കോസ് വി സ്പീക്ക് എവറി ഡേ ജർമ്മൻ ആൻഡ് വി യൂസ് ദറ്റ് ലാംഗ്വേജ്, we sometimes get confused exactly. And when we speak with our friends with English and some words we involve German and they even stare at us, what is that? നമുക്ക് മനസ്സിലാകത്തില്ല നമ്മളത് ജർമ്മനാ പറഞ്ഞതെന്ന്. പക്ഷേ അതറിയേണ്ട ഒന്നുമില്ല. ബട്ട് ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. നമുക്ക് ബേസിക്കലി നമ്മളെല്ലാവരും മൾട്ടി ടാസ്കഡ് പീപ്പിളാണ്. സോ ലാംഗ്വേജ് നമുക്ക് മൾട്ടിപ്പിൾ ലേണിംഗ് ആണെങ്കിലും ഇറ്റ്സ് നോട്ട് എ ഡിഫറെൻറ്റ്. Okay. Yes, and in short, language is necessary. Yes. With that, let's take a break and see you soon. Hi, welcome back again to the Student Circle podcast powered by Studiflats. So, Chata, let's fast forward because Ippo Chetna oru blue card holder aanu and you are great in what you are doing. ഇതിലോട്ട് എത്താൻ ചേട്ടൻ്റെ മെയിൻ ഫോക്കസ് പ്ലാൻ എന്തായിരുന്നു അതർ ദാൻ ലേണിംഗ് ലാംഗ്വേജ്? ബിക്കോസ് കുറേ ഡോക്യുമെൻറ്റേഷൻ ഓർ എക്സാംസ് ഒക്കെ വേണ്ടി വരുമല്ലോ. ഇറ്റ്സ് നോട്ട് സംതിങ് സിമ്പിൾ. എന്തായിരുന്നു എക്സാക്ട്ലി? ഓക്കെ, സോ ഞാനിപ്പോൾ ഡെൻറ്റിസ്റ്റ് ആയതുകൊണ്ട് ബട്ട് ഓൾമോസ്റ്റ് എല്ലാ പ്രൊഫഷൻസ്, ഹെൽത്ത് റിലേറ്റഡ് പ്രൊഫഷൻസും ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടാവും ഇനീഷ്യലി. ബിക്കോസ് നമ്മളൊരു ഫോറിൻ കൺട്രിയിലോട്ട് വരുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് ക്രെഡൻഷ്യാലിറ്റിയാണ് ഇവിടെ. അതിനനുസരിച്ച് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലൈസൻസ് എക്സാം പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ബേസിക്കലി ഞാൻ ഡെൻറ്റിസ്റ്റ് ആയതുകൊണ്ട് എല്ലാ ഡെൻറ്റിസ്റ്റുകാർക്കുള്ളൊരു ഒപ്പീനിയനാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ എന്നൊരു സാധനം വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഇറ്റ്സ് ലൈക്ക് യു ഹാവ് ടു ട്രാൻസ്ലേറ്റ് യുവർ ഡോക്യുമെൻറ്റ്സ് ടു ദ ജർമ്മൻ. സോ അതാണ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ട്രാൻസ്ലേഷൻ ചെയ്യണം. കാരണം നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഇംഗ്ലീഷിലായിരിക്കും ബാക്ക് ഇൻ ഇന്ത്യ ഓർ വാട്ട് എവർ ദ കൺട്രി യു ആർ ഫ്രം. സോ നമുക്ക് ആ ഒരു ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്രൊസീജിയർ എല്ലാം ഓൺലൈനാണ് ഇപ്പോൾ. So we can apply through online, documentations and online, payment is in online. So but in documentation നമുക്ക് ഇവിടെ അപ്പോസ്ട്രേറ്റ് എന്ന് പറയും, അതായത് നമ്മുടെ നാട്ടിൽ നോട്ടറി എന്ന് പറയും, അഡ്വക്കേറ്റ്സ്. വി ഡു ബൈ ത്രൂ അഡ്വക്കേറ്റ്സ്. സോ അവർ വഴി നമുക്ക് ഇവിടെ ജർമ്മൻസ് ഉണ്ടാവും. അവർ നമ്മൾ അപ്പോസ്ട്രേറ്റ് ചെയ്ത് അത് ക്രെഡൻഷ്യാലിറ്റി ചെയ്തതിന് ശേഷമാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രൊസീജിയേഴ്സ് ഡോക്യുമെൻറ്റേഷൻ, ക്രെഡൻഷ്യാലിറ്റി ഓഫ് ദ ഡോക്യുമെൻറ്റ്സ്. അതിന് ശേഷമാണ് നമ്മൾ ഏത് പ്രൊഫഷനിലുമാണ് നമ്മൾ ആ പ്രൊഫഷനിൻ്റെ theory exams and practical exams കാണുന്നത്. So theory and practical is completely in German. So that is why I always insist that we need German. Without German, minimum level of B2 ഇല്ലാണ്ട് we cannot even think about it. So ഞാൻ പറഞ്ഞോളൂ. Hello, sorry for interrupting. After hearing that it is entirely in German, yes, ഹാർഡായിരുന്നു ചേട്ടനത്? Of course. മെഡിക്കൽ പ്രൊഫഷനിൽ നമ്മൾ നാട്ടിൽ ഇംഗ്ലീഷിൽ പഠിച്ചോ, യു ഹാവ് ടു കംപ്ലീറ്റ്ലി കൺവേർട്ട് ടു ജർമ്മൻ. സോ ഇറ്റ്സ് ലൈക്ക് ടെർമിനോളജീസ്, മെഡിക്കൽ ടെർമിനോളജീസ്, എവറിത്തിങ് ഷുഡ് ബി ഇൻ ജർമ്മൻ. സോ യു ക്യാൻ നോട്ട് ജസ്റ്റ് സ്പീക്ക് എനി സിംഗിൾ വേർഡ് ഇൻ ഇംഗ്ലീഷ് ദറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ ഹിയർ. സോ യു ഇൻട്രാക്ട് വിത്ത് പേഷ്യൻസ്. സോ ഇറ്റ്സ് എ ലൈഫ് ഗിവിംഗ് ജോബ്സ്. സോ യു കനോട്ട് ജസ്റ്റ് ബി കെയർലെസ് ഇൻ ഇറ്റ്. സോ ഇവൻ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണെങ്കിലും MBBS ഡോക്ടേഴ്സ് ആണെങ്കിലും ഡെൻറ്റിസ്റ്റ് ആണെങ്കിലും എനിബഡി need to learn a thorough knowledge in German, not a basic knowledge. So thorough knowledge in Berlin ജർമ്മനിൽ ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത്. സോ യു നീഡ് അറ്റ് ലീസ്റ്റ് B2 ഫോർ യുവർ ഡോക്യുമെൻറ്റേഷൻ തിങ്സ്. സോ അതിന് ശേഷം നമുക്ക് എക്സാംസ് ഉണ്ട്. എക്സാംസ് ഇസ് കണ്ടക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ്. അവർ കണ്ടക്ട് ചെയ്ത് നമുക്ക് നാട്ടിലത്തെ പോലത്തെയാണ്. MCQs ക്വസ്റ്റ്യൻസ് ഉണ്ട്. തിയറി ക്വസ്റ്റ്യൻസിൽ ഇത്ര MCQs ഉണ്ടാവും. നമുക്കിത് കട്ട് ഓഫ് പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 years ഗ്യാപ്പ് കിട്ടും പ്രാക്ടിക്കൽസിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാനും. അതിവിടെ ഇപ്പോൾ നമുക്ക് ജർമ്മനിയിൽ ആക്ച്വലി
ബെർലിനിലല്ല, ഔട്ട് ഓഫ് ബെർലിനിൽ കുറേ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. നമുക്ക് നാട്ടിലെ പോലെ ഈ ബ്രില്യൻ്റ് ഒക്കെ പറയത്തില്ല, അതുപോലെ കോച്ചിങ് സെൻറ്റേഴ്സ് ഇവിടെ ഉണ്ട്. സോ ദേ ലൈക്ക് ഓഫ് ക്രാഷ് കോഴ്സസ് ലൈക്ക് മിനിമം 6 to 8 months കോഴ്സസ് ഉണ്ട്. സോ അത് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് എക്സാംസ് എഴുതാം. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹാർഡ് ഐ സേ, ബട്ട് ഓഫ് കോഴ്സ് യു നീഡ് ഹാവ് എ തറോ മൈൻഡ്. സോ ഡിഡ് യു റെഫർ സംതിങ് ലൈക്ക് ദാറ്റ്? പഠിച്ചോ, അങ്ങനെ പോയി പഠിക്കുകയാണോ അതോ ചേട്ടൻ സ്വയം? ഞാൻ ആക്ച്വലി 1 step ബിഹൈൻഡ് ആണ് ആക്ച്വലി. അപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ എന്ന് പറയുന്നത് ഐ എം വർക്കിംഗ് ആസ് എ ബിഗ് ഹാൻഡ്ലൂം കോർഡിനേറ്റർ. ദാറ്റ് ഈസ് കോൾഡ് ട്രീറ്റ്മെൻറ്റ് കോർഡിനേറ്റർ ഇൻ കീഫ് ഓർത്തോപീഡിക്. കീഫ് ഓർത്തോപീഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഓർത്തോഡോണ്ടിക്സ്, പല്ലിൽ കമ്പി ഇടുക എന്ന് പറയുന്നത്. ആ കമ്പി ഇടുന്ന ഹോസ്പിറ്റലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ I had this language initially, so I applied many places initially. So അതിനുശേഷമാണ് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ഒരു ഓപ്പണിംഗ് വന്നത്. ആക്ച്വലി ഓപ്പണിംഗ് വന്നിട്ട് ഒരു 2 years ബാക്ക്, ഓൾമോസ്റ്റ് 2.5 years ആയി ഇപ്പോൾ ഞാൻ ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഗുഡ് എൻവയൺമെൻറ്റ്, കംപ്ലീറ്റ്ലി ജർമൻസ് ആണ്. സോ നമ്മൾ ഭാഷയുണ്ടെങ്കിലും അവിടെ ഒരു നമ്മൾ അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ബട്ട് ഇറ്റ്സ് എൻ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റൽ. അവർ അങ്ങനെ നമ്മളെ റേഷ്യലിസം ഒന്നുമില്ല അവിടെ. ലാംഗ്വേജ് ഈസ് ഗുഡ് ബിക്കോസ് നമുക്ക് നമ്മുടെ കൊളീഗ്സ് എന്താ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. ഇവന്നോ നമ്മളെ എക്സാക്ട്ലി നമ്മളെ പുകഴ്ത്താനാണോ താഴ്ത്താനാണോ നമ്മൾ അറിയണമെങ്കിൽ അവരുടെ ഭാഷ പഠിച്ചിരിക്കണം. ബിക്കോസ് വി വിൽ ബി ജസ്റ്റ് ലൈക്ക് എ പപ്പറ്റ് ഇഫ് യു ഡോണ്ട് നോ ദ ലാംഗ്വേജ്. സോ ഞാനിപ്പോൾ അങ്ങനെയായിരുന്നു. ഓൾസോ ചേട്ടാ, എനിക്കിപ്പോൾ ഒരു വന്നൊരു കൺഫ്യൂഷനാണ്. ബിക്കോസ് യു കെയിം ഡെൻറ്റിസ്റ്റ് ആയിരുന്നു, ഇവിടെ അഡ്മിഷൻ എടുത്തു, പിന്നെ ലാംഗ്വേജ് പഠിച്ചു. ഇതേ പ്രോസസ് ഹൗസ് ബിൽഡിംഗ് ത്രൂ വരുവാണെങ്കിൽ ദാറ്റ് നാട്ടിനെ പഠിച്ച് യു ഫോളോ ദ പ്രോപ്പർ ചാനൽ, യു കം ഹിയർ, വർക്ക് ആസ് എൻ അസിസ്റ്റൻറ്റ് ആൻഡ് ദെൻ റൈറ്റ് എൻ എക്സാം, അതായിരുന്നു മച്ച് മോർ സിംപ്ലർ ഓർ ഇതായിരുന്നു? വാട്ട് വുഡ് യു സജസ്റ്റ്? ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന പറഞ്ഞാൽ ഹൗസ് ബിൽഡിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആസ് എ ഡെൻറ്റിസ്റ്റ്. ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെൻ്റൽ അസിസ്റ്റൻ്റ് ആണ്. ഇറ്റ്സ് കോൾഡ് ZFA എന്ന് പറയും. അപ്പോൾ അത് നമ്മളൊരു 1 step ഡൗൺ, പക്ഷേ ലോങ് പ്രൊസീജിയറാണ്. അത് നമ്മൾ കറങ്ങി പോകാമെന്ന് പറയൂലേ, അതുപോലൊരു പ്രൊസീജിയറാണ്. സോ അത് ടൈം സേവിങ് അല്ല, ടൈം കൺസ്യൂമിങ് ആണ് ആക്ച്വലി. ഇറ്റ് ഡസൻറ്റ് സേവ് യുവർ ടൈം, ഇറ്റ് കൺസ്യൂംസ് എ ലോട്ട്. ബട്ട് ഗോയിങ് ത്രൂ ഡയറക്ട്ലി ഈസ് ബെറ്റർ. നമ്മൾ ലാംഗ്വേജ് എടുത്തിട്ട് നമ്മൾ ഡയറക്ട്ലി നമ്മുടെ ഭാഷയ്ക്കുള്ള എക്സാംസ് പ്രിപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ബിക്കോസ് ഹൗസ് ബിൽഡിംഗ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഇറ്റ്സ് ലൈക്ക് ഇവിടെ ഇപ്പോൾ കുറച്ച് ഡെൻറ്റിസ്റ്റുകാർ വരുന്നുണ്ട് മാസ്റ്റേഴ്സ് വഴി. സോ ദേ ഡയറക്ട്ലി ഗെറ്റ് എ പാർട്ട് ടൈം ജോബ്, നോട്ട് ഇൻ ദിസ് കൈൻഡ് ഓഫ് ലിഫ്രാൻഡോ ഹോട്ടൽ ജോബ്സ്. ദേ ഡയറക്ട്ലി ഗെറ്റ് ജോബ്സ് ഇൻ ഡെൻ്റൽ അസിസ്റ്റൻസ്. അത് നല്ലതാണ് ആക്ച്വലി എൻ്റെ സമയത്ത് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കൊറോണ സമയത്തായതുകൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. ബട്ട് നൗ ദേ ഹാവിങ് ഗുഡ് ഓപ്പർച്യൂണിറ്റി. സോ ഈ മെഡിക്കൽ പ്രൊഫഷൻസ്, പ്രത്യേകിച്ച് ഡെൻ്റൽ അസിസ്റ്റൻസ്, ഡെൻ്റൽ ഡെൻറ്റിസ്റ്റുകാർ ഇവിടെ വരുമ്പോൾ ദേ ക്യാൻ ഡു എ ഡെൻ്റൽ അസിസ്റ്റൻറ്റ് ജോബ്. ത്രൂ ദാറ്റ് വേ ദേ ക്യാൻ ലേൺ ലാംഗ്വേജ്. സോ ദേ എക്സ്പോസ് ടു ദ ലാംഗ്വേജ് സറൗണ്ടിങ്സ്. അങ്ങനെ ഇമ്പ്രൂവ് ആവുന്ന കുറേ പേരുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് ജോബ്. സോ ആ ഒരു ജോബ് കിട്ടാൻ വേണ്ടി is there any requirements? You need basic language. എല്ലാം comes with one eventual answer is language. Everywhere you point the language. ഭാഷ ഉണ്ടെങ്കിൽ you get jobs. ചേട്ടാ, ടാലൻറ്റ് ഇല്ലാണ്ട് ലാംഗ്വേജ് മാത്രം ഉണ്ടെങ്കിൽ or a question, എഡ്യൂക്കേഷൻ ഇല്ലാണ്ട് യു ജസ്റ്റ് നോ ദ ലാംഗ്വേജ്, അത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് രണ്ടും ഈക്വലി വേണം. ദാറ്റ് ഈസ് എ പ്രോബ്ലം. ഞാനത് പറഞ്ഞാണ്. ഇപ്പം ഞാൻ എന്നെ തന്നെ നമ്മൾ ഒരാൾ പോയിട്ടെന്ന് അറിയത്തില്ലേ, പക്ഷെ നമുക്ക് നമ്മളെ കാണത്തുള്ളൂ. അതാണ് അവസാനം. അല്ല, നമ്മുടെ ഹോൾ കോൺവെർസേഷനിൽ നമ്മൾ ലാംഗ്വേജ് മാത്രമേ പറഞ്ഞുള്ളൂ. ബിക്കോസ് നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നമുക്ക് ഒരിടത്ത് ഇന്റർവ്യൂ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹം സംസാരിക്കുമ്പോഴും ഈവൻ ദേ നോ ദാറ്റ് ഓക്കെ വി നോ ദ ലാംഗ്വേജ്. സോ ദേ ട്രീറ്റ് ഇൻ ദാറ്റ് വേ. നിങ്ങൾ അശ്വതി പറഞ്ഞ പോലെ റേസിസ്റ്റ് പ്രശ്നങ്ങളുണ്ടാകുന്ന കാരണം എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ വി ബി ലൈക്ക് എ പപ്പറ്റ്. സോ അതിനേക്കാൾ നല്ലത് ഭാഷ പഠിക്കുക, പ്രൊഫഷണലി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി ഇപ്പോഴത്തെ പ്രൊഫഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ക്രെഡൻഷ്യാലിറ്റി ചെയ്തതിന് ശേഷം എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടിയതുകൊണ്ട് ഞാൻ അതിലോട്ട് എൻ്റർ ചെയ്തിട്ട് ആക്ച്വലി ഞാനൊരു 2 years വർക്ക് ചെയ്യുവാണ്. സോ ഐ ഗെറ്റ് അപ്ഗ്രേഡഡ് ടു മൈ ജോബ്. അങ്ങനെ ഭാഷ പഠിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ജോബ് ഡെൻ്റൽ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഐ എം നോട്ട് കംപ്ലീറ്റ്ലി ആസ് എ ഡോക്ടർ ഹിയർ ബട്ട് into a process as a doctor. Hopefully soon. Exactly. Yes. So, പക്ഷേ the work I am doing now, it's much better. Yes. But നമ്മൾ ചിലവർ നമ്മൾ ചിന്തിക്കത്തില്ല, ഈ ജോലി കുഴപ്പമില്ല, ഈസിനെസ് വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ അങ്ങ് ഫാർ ഔട്ട് ആവും. അത് പാടില്ല. But when you have a language and
you have a talent, both includes a good job. അപ്പോൾ ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് സെറ്റിലിംഗ് ലൈഫ്. Okay, sorry to interrupt. I was curious because ഇപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ആൻഡ് യു ആർ ആക്ച്വലി റൈറ്റ് നൗ ഇൻ എ വെരി സക്സസ്ഫുൾ പൊസിഷൻ. സോ ഈ ഒരു ജേർണിയിൽ ചേട്ടന് എന്തെങ്കിലും സിറ്റുവേഷൻ ഓർ ഏതെങ്കിലും ഹ്യൂമൻ, ഏതെങ്കിലും ആൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഇൻസ്പയറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഇറ്റ് പുഷ്ഡ് യു ടു ഗോ ഫോർവേഡ്, അങ്ങനെ എന്തെങ്കിലും? നമ്മളിപ്പോൾ ഒരു മോട്ടിവേഷൻ കാണുമല്ലോ, അല്ലെങ്കിൽ റോൾ മോഡൽ കാണും, അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനൻ്റ് കാണും. അതുപോലെ തന്നെ നമുക്ക് ഞാൻ പഠിച്ച കാലത്തും ഇവിടെ വന്നതിന് ശേഷവും ഐ മെറ്റ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, ബട്ട് ഫ്യൂ ഇൻ നമ്പർ ഇൻ ഹാൻഡ്സ് ഫിംഗേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് ഒരു 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 ഈവൻ നമുക്ക് ഭാഷയുണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും when we have a conversation with them, when we talk professionally and we need some advices, നമുക്കത് കിട്ടുമ്പോൾ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ. അതായിരിക്കും നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരിടത്തും എത്തത്തില്ല. യു നീഡ് എ സപ്പോർട്ട്, വെദർ ത്രൂ ഫാമിലി ഓർ ത്രൂ ഫ്രണ്ട്സ് ഓർ ത്രൂ എ പാർട്ട്ണർ, യു ഗെറ്റ് എ സപ്പോർട്ട്. സോ അതുപോലെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും അവരുടെ നല്ല ഹെൽത്തി കോൺടാക്റ്റ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ വേ. നമ്മൾ വന്ന വഴി മറക്കുന്നില്ല എന്ന് പറയുന്ന പോലെ വി ഷുഡ് ഹാവ് എ ഹെൽത്തി കോൺടാക്ട്. ആൻഡ് ചേട്ടാ, അപ്പോൾ ചേട്ടൻ പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞു ആൻഡ് യു ഗോട്ട് എ ജോബ് ഓഫർ. എക്സാക്ട്ലി. അപ്പോൾ ഈസ് ദാറ്റ് വാസ് എ ലക്ക് ഓർ ചേട്ടന് കുറേ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയതാണോ? ഓർ അതെന്തായിരുന്നു? ബിക്കോസ് മെജോറിറ്റി ഇപ്പോൾ ഞങ്ങളായാലും അപ്ലൈ ചെയ്തിട്ട് വാട്ട് വി ഫേസസ് എല്ലാ മെയിലിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അൺഫോർച്ചുനേറ്റ്ലി അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചേട്ടൻ എങ്ങനെയായിരുന്നു? എനിക്ക് ഞാൻ ഈ ജോബ് കിട്ടിയതും ഒരു മേ ബി ഒരു 50 അറ്റംപ്റ്റ്സിന് ശേഷമായിരിക്കും. I can feel that. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ we get a mail that unfortunately you are qualified but we cannot give you a position. we get test, but നമ്മൾ keep on try out ചെയ്യണം. ആക്ച്വലി നമ്മൾ ഒരു 1, 2, 10, 15 ഒരു വർഷം തോറ്റാലും we have to keep on try on. അതുപോലെ ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ ജോലി കിട്ടിയത്. ബട്ട് എനിക്ക് ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു മേ ബി ഈ മെയിലും ചേട്ടൻ അതുപോലെ എക്സ്പെക്ട് ചെയ്തായിരിക്കും. ഓക്കെ, ദിസ് ഇസ് ഓൾസോ അൺഫോർച്ചുനേറ്റ്ലി. എക്സാക്ട്ലി. അപ്പോൾ എനിക്ക് അങ്ങനെ രാവിലെ ഒരു കോൾ വന്നു ആക്ച്വലി ഫ്രം ദ ഷെഫ് ഓഫ് ദ ഹോസ്പിറ്റൽ ദറ്റ് very impressed by your CV and if you wish to have an offer, we can offer you a job here and maybe you can come for a basic interview എന്ന് വെച്ചിട്ട് എനിക്ക് കോൾ വന്നു. സോ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ബേസിക് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ദ ഷെഫിൻ്റെ HR മാനേജർ ആയിരുന്നുണ്ടായിരുന്നു. ഷീ വാസ് പ്രിറ്റി ഇംപ്രസ്ഡ്. നമ്മളിപ്പോൾ ബേസിക് ഇന്ത്യൻസ് ആണെങ്കിലും വി നോ ദ ലാംഗ്വേജ് ബട്ട് വി ആർ നോട്ട് കംപ്ലീറ്റ്ലി ഡെന്റിസ്റ്റ്. സോ ബട്ട് the way we represent ourselves, our confidence വേണം. Confidence is very important. Exactly. നമ്മൾ whatever we face, it's egal എന്ന് പറയാം നമ്മൾ ജർമ്മനിയിൽ. It's nothing matters. അപ്പോൾ ചേട്ടാ, ഓക്കെ ദെൻ ജോലി കിട്ടി. വാട്ട് വാസ് യുവർ ഫീലിംഗ്? അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് മേ ബി യു ഹാവ് ജസ്റ്റ് ആലോചിച്ച് കാണും പണ്ട് എത്ര കഷ്ടപ്പെട്ടു ആൻഡ് നൗ ഫൈനലി ഐ മീൻ ടു സം പ്ലേസ് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് ആയിരുന്നല്ലോ. ഒരു ഹാർഡ് വർക്കിന് ഒരു ഇനീഷ്യൽ അപ്രീഷിയേഷൻ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കിട്ടുമ്പോൾ ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. അതും നമ്മുടെ ഫ്രണ്ട്സ് ആ സമയത്ത് ഉണ്ടാകുമ്പോൾ വി സെലിബ്രേറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ ബിക്കോസ് ദേ വേ ദർ വിത്ത് us in ups and downs. സോ അതുപോലെ തന്നെ ആ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ കുറേ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് ജർമ്മനിയിൽ വന്ന് ഡെന്റിസ്റ്റ് വന്ന് കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല, പാടാണ്, അത് ഇത് കഴിവുണ്ട്, അതുണ്ട്, എന്നെക്കാളും കഴിവുള്ളവരുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ടോപ്പ് ലെവലിൽ ആ സമയത്ത് ഇല്ല, എന്നെക്കാളും കഴിവും ഭാഷയും സംസാരിക്കുന്നവരുണ്ടായിരുന്നു. ബട്ട് നമുക്കൊരു ലക്കാണ്. പിന്നെ നമ്മൾ കീപ്പ് ഓൺ ട്രൈ ചെയ്യുക. ട്രൈ എവറിത്തിങ് അൺടിൽ യു സക്സീഡ്, നെവർ ഫോൾ ബാക്ക്. അത്രേ ഉള്ളൂ. So your motto is like the main thing that you follow is that keep believing and keep trying, right? Exactly. Keep believing, keep trying, keep upgrading yourself and check the requirements you need in your job. Or നമ്മളൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ വേണമെന്നത് അന്വേഷിക്കുക. ഭാഷ വേണോ, ഇങ്ങനെ എക്സ്ട്രാ ഒരു കോഴ്സ് എടുക്കണോ? സോ ഞാൻ എക്സ്ട്രാ കോഴ്സ് എടുത്തിട്ടുണ്ട് ഇവിടെ ആക്ച്വലി ജർമ്മനി. നമ്മൾ ഈ ഡെന്റൽ പ്രൊഫഷൻ ആണെങ്കിലും നമുക്ക് എക്സ്ട്രാ അതൊക്കെ നല്ലതാണ് ആക്ച്വലി. ഈ 6 months 3 months ഡിപ്ലോമ കോഴ്സസ് ഉണ്ടാവും. എല്ലാ പ്രൊഫഷൻസും ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പ്രൊഫഷൻസിലും ഉണ്ട്. ഇച്ചിരി ഹൈ പെയ്ഡ് ആയിരിക്കും ഫീസ് ഉണ്ടാവുക ആ ഒരു കോഴ്സിന്. ബട്ട് സംടൈംസ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ഓൾസോ. ബട്ട് ഇഫ് യു ഹാവ് ദറ്റ് ഇൻ ജർമ്മൻ ഇറ്റ്സ് ഓൾസോ എ പ്ലസ് പോയിന്റ്, ഒരു എക്സ്ട്രാ പ്രൊഫഷൻ ഇൻ ദിസ് കൺട്രി. പേയ്മെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഫിനാൻഷ്യൽ പ്രഷർ ആ സമയത്ത് എങ്ങനെയായിരുന്നു? വെ യു വെ സെറ്റിൽഡ് ഓർ
What was the financial? എൻ്റെ ത്രൂ ഔട്ട് ദ ജർമ്മൻ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് എനിക്ക് പേരൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി. ബിക്കോസ് ഓഫ് കോഴ്സ് ഞാൻ നാട്ടിലൊരു ഓൾമോസ്റ്റ് ഒരു 6 to 8 10 years വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹാവ് ബേസിക്കലി പേഴ്സണൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, സേവിങ്സ് ആൻഡ് എവറിഥിങ്. ആൻഡ് ബിയോണ്ട് ദാറ്റ് മൈ പേരൻസ് ഫാമിലീസ് ആർ ഓൾസോ സപ്പോർട്ടിങ്. Financially, it was not a through crisis, but of course, when we are at an age, we think to independently hold ourselves. So, അതിന് നമ്മൾ ഒരു ജോലിയൊക്കെ ചെയ്യുമ്പോൾ it's better that you don't need to ask your parents beyond an age. And I guess അതുകൊണ്ടായിരിക്കും ചേട്ടൻ പാർട്ട് ടൈം ചെയ്തത്. ബിക്കോസ് ബ്ലോക്ക് കഴിയുമ്പോഴേക്കും വി ഫേസ് ദ വെരി ബിഗ് സിറ്റുവേഷൻ ഓഫ് പൈസക്ക് എന്ത് ചെയ്യും നെക്സ്റ്റ്. And I also here see a lot of things that കുട്ടികളോട് വന്നിട്ട് ബ്ലോക്ക് അമൗണ്ട് they think it's a leverage. അതല്ല, ഞങ്ങൾ എല്ലാവരും അത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു 10 മാസം 11 മാസം കഴിഞ്ഞിട്ടായിരിക്കും ജോലി തപ്പുന്നത്. But that is I don't advise because അത് ഫിനിഷ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് ജോലി കിട്ടണമെന്നില്ല. That's the main point. Exactly. പാർട്ട് ടൈമോ ഫുൾ ടൈമോ വാട്ട് എവർ ഇറ്റ് ഇസ്. ഫുൾ ടൈം ജോബ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ട്രൈ ഓൺ ചെയ്യണം. So everything you have to plan minimum 6 months before. ഇപ്പോൾ നമുക്കൊരു ജോലി ഇപ്പോൾ കോഴ്സ് ഡിസംബർ തീരും, you have to start hunting your job in February onwards. So never keep for the end. Yeah. So you are saying that it should be planned. വരപ്പോഴും പ്ലാൻ ഉണ്ടാവണം, ഇവിടെ വന്നിട്ടും പ്ലാൻ ചെയ്യണം. And as soon as possible you should try to find a job. Exactly. Never be easy. We get a part-time job, we earn something, never be easy on it. Because nowadays, ഇപ്പം ഞാനാണെങ്കിലും ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ വരപ്പോൾ ആദ്യം വിചാരിക്കുമല്ലോ ഇപ്പോൾ ജോലി നോക്കണ്ടെന്ന്. പക്ഷെ ചേട്ടൻ പറയുന്നത് വിത്ത് എക്സ്പീരിയൻസ് ദാറ്റ് എത്രയും പെട്ടെന്ന് നോക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്. ആൻഡ് കീപ് മേക്കിംഗ് സേവിങ്സ് ഐ ഗെസ്. എക്സാക്ട്ലി. ഇറ്റ്സ് എ ബാക്കപ്പ്. ഒരു ബാക്കപ്പാണ് അത്. അതിനനുസരിച്ച് നമുക്ക് ഒരു 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 പവർ കാണും. അതാണ് ബെറ്റർ. യു ക്യാൻ എൻജോയ് യുവർ ലൈഫ്. ഓഫ് കോഴ്സ് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, പാർട്ടിങ്, എവറിഥിങ് ഈസ് ദ പാർട്ട് ഓഫ് യുവർ ലൈഫ്. But you also have to work. It's just for yourself. And Cheta, currently you are a blue card holder. അതിൻ്റെ പ്രോസസ്സ് എന്തായിരുന്നു? അതിൻ്റെ പ്രോസസ്സ് സിമ്പിളാണ്. നമുക്ക് ഇപ്പോൾ ബ്ലൂ കാർഡ് ആവണമെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ സാലറി ലിമിറ്റ് വേണം. സോ ഓരോരുത്തർക്ക് നമുക്ക് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. ജനറലി എല്ലാവർക്കും ഇത്ര ലിമിറ്റ്, ഒരു പെർ ആനം ഇത്ര ലിമിറ്റ്. പ്രൊഫഷൻ അനുസരിച്ചാണോ ചേട്ടാ? അല്ല, അതിപ്പോൾ ഏത് പ്രൊഫഷൻ ആണെങ്കിലും സാലറി ബേസിസിൽ ഐ തിങ്ക് ഒരു 30,000 to 40,000 മിനിമം ആനുവലി ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ബ്ലൂ കാർഡ്. ബ്ലൂ കാർഡ് ഈസ് സംതിങ് മച്ച് മോർ ഹയർ ദാൻ വർക്ക് വീസ. വർക്ക് വീസ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലും ബ്ലൂ കാർഡ് ഉണ്ടെങ്കിൽ യു ഹാവ് മോർ പവർ ടു ഗെറ്റ് എ PR കിട്ടാൻ എളുപ്പമാണ്. അല്ലെങ്കിലും നമുക്ക് വർക്ക് വീസ ആയതിനു ശേഷം 2 years കഴിഞ്ഞിട്ട് B1 ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതും B1 വേണം. PR-നും B1 വേണം. എക്സാക്ട്ലി. ഇപ്പോൾ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്, ലീബിയൻ ഡോയ്ച്ച്ലാൻഡ്. ആ ഒരു സംഭവം കൂടെ എഴുതിയാലേ PR കിട്ടത്തുള്ളൂ. So that is also in German. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാ മാസവും they'll implement a new law which we have to follow. Because they need German. ജർമ്മനി വരാനുണ്ടെങ്കിൽ language. And a little bit of talent and education. Skills and are motivation. also required, I guess. Yes. And ചേട്ടാ ഇപ്പോൾ ചേട്ടൻ കറൻ്റ്ലി ഇരിക്കുമ്പോൾ ചേട്ടൻ്റെ എനിക്കൊന്ന് 5 years മുന്നേ വന്നൊരു സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? Are you proud or സെൽഫ് പ്രൗഡ് ഉണ്ടാവില്ല. ആൻഡ് നമുക്ക് വന്ന സമയത്തുള്ള നമ്മുടെ പൊസിഷൻസും നമുക്കുണ്ടായിരുന്ന ചുറ്റുപാടുള്ള ആൾക്കാരും യൂസ് ചെയ്യുന്ന, നമുക്ക് പണം ഉണ്ടാകുമ്പോൾ സുഹൃത്തുക്കൾ ഉണ്ടാവും, പണമില്ലായിരിക്കുമ്പോൾ ആരും ഉണ്ടാകത്തില്ല, നമ്മുടെ നിഴൽ മാത്രമേ കാണത്തുള്ളൂ പറയും. ഇറ്റ്സ് എ ഷാഡോ. നോ, യു ഷുഡ് ഓൾസോ ഹാവ് എ ഹെൽത്തി ഫ്രണ്ട്സ് ഓൾസോ വൈസ്. ഞാൻ ആ സമയത്ത് ഇപ്പോൾ 5 years ഗ്യാപ്പായി. ഇപ്പം ഞാൻ 5 years വന്നപ്പോൾ ലാംഗ്വേജ് പഠിച്ചു, മാസ്റ്റേഴ്സ് കഴിഞ്ഞു, പ്രൊഫഷണലി ഞാൻ അപ്ഗ്രേഡ് ചെയ്തു, ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ലൈസൻസ് എടുത്തു. സോ ഇറ്റ്സ് ഓൺ ആൻ അപ്ഗ്രേഡ്. ഇതെല്ലാം ഒരു പ്ലാനിങ്ങിലാണ് വരുന്നത്. എല്ലാം ഒന്നും നമ്മളൊരു ഡേ നൈറ്റ് പ്രോസസ് അല്ല. സോ നമ്മൾ ഒന്നിലും സെറ്റിൽ ആവരുത്. കീപ് ഓൺ അപ്ഗ്രേഡിങ്. അതാണ് വേണ്ടത്. ഇപ്പോഴും ഞാൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ യു സ്പെൻഡ് മണി ടു അപ്ഗ്രേഡ് യുവർ സെൽഫ്. ലാംഗ്വേജ് ലൈക്ക് നമുക്ക് ഇൻ്റലക്ച്വലി നമ്മൾ അപ്ഗ്രേഡ് ചെയ്താൽ ഇറ്റ്സ് ഗോയിങ് ടു പ്രോഫിറ്റ് യു അറ്റ് ലാസ്റ്റ് ദ മൂമെൻറ്റ്. ഇഫ് യു സ്റ്റാഗ്നേറ്റ് ഇൻ വൺ പ്ലേസ് യു വോണ്ട് ഹാവ് an price. Yeah. And Cheta, one personal question. Why എന്തുകൊണ്ടായിരുന്നു ഡെന്റിസ്റ്റ് ഈ കരിയർ പാത്ത്? എന്തുകൊണ്ട്? മേ ബി സമ്മൺ ഇൻസ്പയർഡ് യു ഓർ ഇതിനോടുള്ള അത്ര മാത്രം ഇഷ്ടമായിരുന്നു, അതോ ഇറ്റ്സ് ജസ്റ്റ് എ റാൻഡം ഡേ ഡിസിഷൻ? ഡെന്റിസ്റ്റ് ആവാനുള്ളൊരു ആഗ്രഹം ചൈൽഡ്ഹുഡിൽ ഒരു ഇഷ്ടമായിരുന്നു എനിക്ക്. ഞാൻ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ ദുബായിൻ്റെ അടുത്ത് അലീൻ എന്ന് പറയും, ഇറ്റ്സ് എൻ അറബ് കൺട്രി. സോ അവിടെ പോകുമ്പോൾ എനിക്ക് ഡെന്റിസ്റ്റ് പല്ല് കാണിക്കുമ്പോൾ അവിടുത്തെ ക്ലിനിക്കൽ എൻവയൺമെൻറ്റ്, ഡോക്ടറായിട്ടുള്ള ഇടപെടലുകൾ, പിന്നെ ടോയ്സ് ആൻഡ് എവറിത്തിങ്, ഇറ്റ് ഇംപ്രസ് മീ എ ലോട്ട്.
പിന്നെ മെഡിസിൻ പഠിച്ചപ്പോൾ MBBS എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയത് BDS ആയിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് എ ഡബിൾ ഫ്രൂട്ട്. അതുകൊണ്ട് ഡെന്റിസ്റ്റ് ആയി. പിന്നെ ഇവിടെ വന്നിട്ട് ഇറ്റ്സ് എ ഗുഡ് ജോബ്. സോ ഡെന്റിസ്റ്റ് ആയിട്ട് ഇവിടെ പഠിക്കും, ജോലി ചെയ്യുമ്പോൾ ഒരു ഈസി ജോബാണ്, അത്ര വലിയ സ്ട്രെസ് ഇല്ല. ഈവൻ ദോ മൺഡേ ടു ഫ്രൈഡേ ജോബാണ്. സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഹാവ് 2 days off. എക്സാക്ട്ലി That's good. മൺഡേ ടു ഫ്രൈഡേ 9 to 5 ജോബ്. സോ ഇറ്റ്സ് സിമ്പിൾ, It's fine. ഇറ്റ്സ് ഈസി. അപ്പോൾ ഏത് ജോബിലാണെങ്കിലും ഉണ്ട് അതിൽ, ബട്ട് യു ഹാവ് ടു വർക്ക് ഹാർഡ് ഓൺ ഇറ്റ്. But you can also relax. I mean, it's not like UAE, even UAE. If you compare with UAE, there's also a lot of time. You know, you have to work. But ഇവിടെ ഒരു balance ഉണ്ട്, work ബാലൻസ് ഉണ്ട്, balance. വർക്ക് ലൈഫ് ബാലൻസ് ഇവിടെ ഉണ്ട്. മൺഡേ ടു ഫ്രൈഡേ വർക്ക്, സാറ്റർഡേ സൺഡേ വീക്കെൻഡ് യു കൻ എൻജോയ്, പാർട്ടി, ഹാവ് സംതിങ് പേഴ്സണലി, എവറിത്തിങ്. സോ ഭയങ്കര ഇൻസ്പയറിങ്. ഐ എം ജസ്റ്റ് എല്ലാം ആലോചിക്കുമായിരുന്നു. ലൈക്ക് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്, എഡ്യൂക്കേഷൻ വേണം, ആൻഡ് നെവർ സെറ്റിൽ ഫോർ ലെസ്. Keep on trying. യെസ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഐ ഗസ് ചേട്ടൻ ഇപ്പോഴും അടുത്തൊരു പ്ലാൻ അല്ലെങ്കിൽ അടുത്തൊരു അപ്ഡേഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഡെന്റിസ്റ്റ് ആവാൻ വേണ്ടിയുള്ള എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സും മൈൻഡുള്ള കാര്യങ്ങളും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ടേക്സ് ടൈം. സോ that needs time and financial. So, Chetan, you will settle here. That's what is your aim, like your future plans. That you like this country when compared to India. ഇത്രയും കഷ്ടപ്പെട്ട് ഭാഷ പഠിച്ചതിന് ശേഷം ഈ ഭാഷ നമ്മൾ UK പോയാലോ കാനഡയിൽ പോയാലോ ഒന്നും രക്ഷയില്ല, അത് ഇവിടെ തന്നെ രക്ഷയുള്ളൂ. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ഇഫ് യു പ്ലാൻ ടു സെറ്റിൽ ഓൾസോ എ റീസൺ. ഇപ്പം നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ജർമ്മനി സെറ്റിലാണ് പ്ലാൻ ആണെങ്കിൽ ഭാഷ പഠിച്ചിട്ട് പോകുന്നത് ദാറ്റ്സ് എ ബെറ്റർ തിങ്. സോ യു ക്യാൻ സെറ്റിൽ ഇൻ ജർമ്മനി. ആൻഡ് ചേട്ടാ ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ബേർലിൻ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഈവൻ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും വല്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി മതിയായിരുന്നു. അതുപോലെ ചേട്ടൻ്റെ ജേർണിയിൽ ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയായിരുന്നോ? ഇല്ല, ആക്ച്വലി നമ്മൾ ജർമ്മനി നമ്മൾ ചിന്തിക്കുമ്പോൾ ഓഫ്കോഴ്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി കാനഡ, UK, ഓസ്ട്രേലിയയിലൊക്കെ ഇപ്പോൾ ഭയങ്കര ഇൻഫ്ലഷൻ ആണ് സ്റ്റുഡൻസ്. കാരണം അവിടെ ഭയങ്കര ഔട്ട്ഫിൽഡായി. ഇപ്പോൾ അവിടെ നിന്ന് എല്ലാവരെയും ഔട്ട്ലഷ് ചെയ്യാണ്, Yes. കാരണം അവിടെ സ്ഥലമില്ല. സോ ജർമ്മനി അങ്ങനെ ഭാഷ പഠിക്കണം, അവിടെ പറ്റുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അവിടെ നമുക്കൊരു 10-ൽ 100 ഓപ്പർച്യൂണിറ്റി എങ്കിൽ ഇവിടെ 100 ഉണ്ട്. But you need a language. Yeah. Like you have to work hard, Exactly. and then you will get the fruit. You have the opportunity, but you need that certain things to apply on there. ചേട്ടൻ അപ്പോൾ ഈ അപ്കമിങ് സ്റ്റുഡൻസിനോട് എനിക്കൊന്ന് ഈ കാണുന്നതിൽ ഒരുപാട് പേര് ബെർലിനിലോട്ട് വരാനും അല്ലെങ്കിൽ ജർമ്മനി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അവരോട് എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഇപ്പോൾ നിങ്ങൾ ജർമ്മനിയാണ് പ്ലാൻ ചെയ്യുന്നത്, മാസ്റ്റേഴ്സ് പഠിക്കാനോ ബാച്ചിലേഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു വർക്ക് വീസയ്ക്ക് അപ്ലൈ ചെയ്യാനോ നോക്കുമ്പോൾ എന്തിനാണെങ്കിലും നിങ്ങൾ ബേസിക്കലി ജർമ്മൻ അതിപ്പോൾ നല്ലൊരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് ഒരു മിനിമം ഒരു A2 ലെവൽ വരെ എടുത്ത് അല്ലെങ്കിൽ B1 എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. സോ ഇറ്റ് ഡസൻ ഗിവ് യു എ മച്ച് പ്രഷർ ഓൺ യു സെൽഫ്. ആ ഭാഷയുള്ളപ്പോൾ ആ ഭാഷ പഠിച്ച് കൂടെ നിങ്ങൾ മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ വൈസ് അക്കാഡമിക് ക്വാളിഫിക്കേഷനും വരും, അതിന് കൂടെ ലാംഗ്വേജിക് പ്രൊഫഷൻസ് വരും. സോ ബോത്ത് ദ വേ യു ആർ ഗോയിങ് ടു ഏൺ. ഇറ്റ് ഈസ് നോട്ട് എ ലോസ്. ഭാഷ പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ലോസ് ആകുമോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾവേസ് പ്രോഫിറ്റബിൾ. സോ ഭാഷ എന്നും ഉണ്ടെങ്കിൽ യു ക്യാൻ കീപ്പ് ഓൺ ട്രൈങ്, യു വിൽ ഹാവ് എ ഹോപ്പ്. അപ്പാർട്ട് ഫ്രം ലാംഗ്വേജ് വേറെ എന്തെങ്കിലും പറയാൻ ലൈക്ക് കൺസിസ്റ്റൻസി വേണം അല്ലെങ്കിൽ നെവർ ലൂസ് യുവർ ഹോപ്പ് എന്തെങ്കിലും? ബിക്കോസ് ചേട്ടാ റിജക്ഷൻസ് എല്ലാവരും ഒരുപോലെ ഫേസ് ചെയ്യണമെന്നില്ല. മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് വൺ റിജക്ഷൻ വരുമ്പോൾ തന്നെ അവർ ഭയങ്കര ഡെസ്പറേഷൻ ആണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അതേ കോളേജ് യൂണിവേഴ്സിറ്റിയിൽ 4 പേരുണ്ടായിരുന്നു. അതിൽ 2 went back up. One is okay me, മറ്റൊരാൾ is trying to build up. So it's like never leave your hope. Keep believing yourself. Exactly. Determined and self-esteem is always good. And also earn some friends. Yeah, that's very important. Exactly. Yes. Good friends, healthy friends. അവർ നമുക്ക് മെന്റലി മോറലിയും സപ്പോർട്ട് ആവും. അവർക്ക് നമ്മളെക്കാൾ നമ്മുടെ അതേ സ്റ്റാറ്റസ് ആണോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇഫ് ദേ ആർ ഹെൽത്തി, ഇഫ് ദേ ഗിവിംഗ് ഗുഡ് അഡ്വൈസ്, നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. സോ അവരൊക്കെയാണ് നമുക്ക് മെന്റൽ സപ്പോർട്ട് തരുന്നത്. ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാവും മലയാളികൾ എവിടെയെങ്കിലും. Yes. ആൻഡ് ചേട്ടൻ വൺ മോർ ക്വസ്റ്റ്യൻ. ചേട്ടന് എക്സാക്ട്ലി എത്ര ഇയേഴ്സ് എടുത്തു ഒന്ന് സെറ്റായി ഒക്കെ ഒന്ന് വരാനായിട്ട്? ഇപ്പം ഞാനെന്ന് പറയുമ്പോൾ എവ്രിബഡി ഹാസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈഫ് സ്പെൻഡിങ് ഓഫ് തിങ്. എനിക്കെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 3 years എടുത്തു.
That too, I was pre-planned. യെസ് അതാ ഇത്രയും പ്രീ പ്ലാൻഡ് എടുത്തിട്ട് ഇറ്റ് Pre-planned ടൈം ആയിട്ട്. ഫോർ യു. അപ്പോൾ Exactly. പ്ലാൻ ഇല്ലാത്തവർക്ക് എന്തായാലും സമയം എടുക്കും. അതെ, അപ്പം അത് നമ്മൾ ചിന്തിക്കുക. നമുക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഭാഷ വേണം. നമുക്ക് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷനിൽ അവിടെ എങ്ങനെ ബിൽഡപ്പ് ചെയ്യാമെന്ന് നമുക്കൊരു ഐഡിയ വേണം. ഇല്ല, സ്റ്റുഡൻസ് ആണ്, എനിക്ക് മാസ്റ്റേഴ്സ് പഠിച്ചു, ബാച്ചിലേഴ്സ് പഠിച്ചു, തിരിച്ച് ഐ എം ഗോയിങ് ബാക്ക് ടു മൈ ഹോം ടൗൺ ഇന്ത്യ ആണെങ്കിൽ ഓക്കെ, യു ക്യാൻ പ്ലാൻ ഇൻ ദാറ്റ് വേ. ബട്ട് യു നീഡ് ടു സ്റ്റേ ലോങ് ടേം. You have to have an idea. I guess ചേട്ടൻ ഇത്രയും പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്, ഇഫ് യു കമ്മിങ് ഫോർ ജർമ്മനി, obviously language is important, Exactly. but you should be also self motivated. Exactly. എപ്പോഴും. കാരണം വേറെ ആരും കാണത്തില്ലായിരിക്കും മോട്ടിവേറ്റ് ചെയ്യാൻ. നമ്മളെപ്പോഴും നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. Of course, നമ്മൾ ഈ കുറേ യൂട്യൂബിലൊക്കെ കാണുമായിരിക്കും, ബട്ട് ഇറ്റ്സ് ദ പേഴ്സണൽ മോട്ടിവേഷൻ ചാപ്റ്റർ. ഇഫ് വി നീഡ് അവർ സെൽഫ്, വി ഹാവ് ടു തിങ്ക് ദ സെയിം തിങ് ഇൻ അവർ വേ. ഇപ്പോൾ നമുക്ക് ഭാഷ വേണമെങ്കിൽ ഭാഷ വേണം, പഠിക്കണമെങ്കിൽ എക്സ്പീരിയൻസ് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഏത് പർട്ടിക്കുലർ സിറ്റിയിലാണ് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ, ബെർലിനാണ് ബെർലിൻ, അല്ലെങ്കിൽ ജർമ്മനിൽ വേറെ അടുത്താണെങ്കിൽ യു ഹാവ് ടു ട്രൈ ഓൺ ഇറ്റ്. ആൻഡ് നമ്മൾ ഇന്ന് പഠിച്ചത് ലാംഗ്വേജ് എന്തായാലും വേണം, അറ്റ്ലീസ്റ്റ് ബേസിക് ലാംഗ്വേജ്. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷനിൽ പോയിട്ട് എന്താ പറയേണ്ടതെന്ന് പോലും അറിയാത്ത ബേസിക് ലാംഗ്വേജ്. And ബാക്കി എല്ലാം and also self motivation and keep believing yourself, because I assume കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്നുണ്ടായിരിക്കും. So if you're not reaching anywhere, don't worry, you will reach someday, but please keep trying. ആൻഡ് അതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ, ചേട്ടന് പ്രീ പ്ലാൻഡ് ആയിട്ട് 3 to 4 years എടുത്തു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോണ ടേക്ക് ടൈം, ബട്ട് ഇവൻച്വലി അത് നടക്കും. എന്തായാലും നമുക്കത് ആ ഒരു ഗോളിൽ അച്ചീവ് ആവും. നമുക്ക് ഇറ്റ് ഈസ് നോട്ട് നമ്മളൊക്കെ വി ആർ മോർ ടാലൻറ്റഡ്. വി ജസ്റ്റ് നീഡ് ടു ബിലീവ് അവർ സെൽഫ്. നമ്മൾ എന്തായാലും 100% കഴിവുള്ളവരാണ്. അപ്പോൾ നമ്മളെ കഴിവ് ഇവിടെ കാണിച്ച് നമ്മളതിനെ പ്രൊഫിറ്റബിൾ ആക്കുക. ദാറ്റ് ഈസ് നോട്ട് ഫിനാൻഷ്യലി, ഐ മീൻ സെൽഫ്ലി. സോ അതുകൊണ്ട് actually from this session I feel so positive, because I wasn't someone who was focusing on German a lot, to be very frank guys. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൽ ഒരു എന്താ പറയുക, അത് ഫോക്കസ് ചെയ്യണം എന്നുണ്ട്, because like you said, we should keep trying and keep upgrading ourselves. Maybe then we'll reach somewhere in the future. യെസ്. ആൻഡ് എനിക്ക് മനസ്സിലായി ലാംഗ്വേജ് എന്തായാലും പഠിക്കണം. ആൻഡ് ചേട്ടാ, ഇറ്റ് വാസ് ലവ്ലി ഹാവിങ് യു ഹിയർ, ബിക്കോസ് ലാംഗ്വേജ് സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് വരെ ഇപ്പോൾ ആർ തോട്ട് വരുന്നു ലൈക്ക് എഡ്യൂക്കേഷൻ പ്രീ പ്ലാൻ ആൻഡ് ലാംഗ്വേജ് ഗൈസ്. It was great having you here, and those people are watching this, don't forget what Sandra said, language as well as motivation. Where a country lotu varumbo, it is going to take time, but it will happen eventually. Thank you for watching guys, and I'll be back with Sandra again with another video. Don't forget to like, share, subscribe and comment, and see you on the next video. Bye bye.